ബാഴ്സലോണ നഗരത്തിൻ്റെ മുഖമുദ്ര എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും പ്രശസ്തമായ ലാ സഗ്രദ ഫാമിലിയ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു പള്ളിയുടെ മുൻപിലാണ്, ഒരു ബസലിക്കയുടെ മുൻപിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ആൻ്റണി ഗൗഡി എന്ന പ്രശസ്തനായ വാസ്തുശില്പി, അദ്ദേഹമാണ് ഈ ബാഴ്സലോണ നഗരത്തിൻ്റെ ശില്പി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ഒരു ബസലിക്കയാണിത്. 1882 പണി തുടങ്ങി, ഇന്നും പണി തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ബസലിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നര നൂറ്റാണ്ടായി വളർന്നു വന്ന ഒരു മാസ്റ്റർ പീസ് ഈ വർഷം, അതായത് 2026 അതിൻ്റെ വളർച്ച സമ്പൂർണ്ണമാകുന്നു. ഒരു ശില്പിയുടെ 144 വർഷം പഴക്കമുള്ള ആകാശം മുട്ടയുള്ള ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം. ഇത് ബാഴ്സലോണയിലെ സഗ്രാദ ഫാമിലിയ. കല്ലിൽ കടഞ്ഞെടുത്ത ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ശില്പവിസ്മയം പൂർത്തിയാക്കാൻ 144 വർഷങ്ങൾ വേണ്ടിവന്നു. യുദ്ധങ്ങൾക്കോ തീപിടുത്തങ്ങൾക്കോ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾക്കോ തകർക്കാനാവാത്ത സർഗാത്മകതയുടെ നിശ്ചയദാർഢ്യം. സഗ്രാദ ഫാമിലിയ. (1882) തുടങ്ങി 1.5 നൂറ്റാണ്ടുകൊണ്ട് ഒരു മഹാത്ഭുതമായി മാറിയ സഗ്രാദ ഫാമിലിയ അതിൻ്റെ ശില്പി ആൻ്റണി ഗൗഡിയുടെ 100ാം ചരമവാർഷികമായ 2026 പൂർണ്ണതയിലെത്തുന്നു. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പള്ളി എന്ന ഖ്യാതിയോടെ 172.5 മീറ്റർ ഉയരമുള്ള ജീസസ് ക്രൈസ്റ്റ് ടവർ ബാഴ്സലോണയുടെ ആകാശത്തെ ധന്യമാക്കുന്നു. കേവലമൊരു പള്ളിയായല്ല, ഭൂമിയിൽ നിന്ന് സ്വർഗത്തേക്ക് നീളുന്ന ശില്പങ്ങൾ കോർത്തൊരുക്കിയ മഹാമേരുവായാണ് ശില്പി ഗൗഡി ഇതിനെ വിഭാവന ചെയ്തത്. തൻ്റെ ആയുസ്സിൻ്റെ നല്ലൊരു പങ്കും അദ്ദേഹം ഇതിനായി മാറ്റിവെച്ചു. എന്നാൽ 1926 ഒരപകടത്തിൽ ഗൗഡി വിടവാങ്ങിയതോടെ അദ്ദേഹത്തിൻ്റെ വാനോളമുയർന്ന സ്വപ്നം അപൂർണമായി. പിന്നീട് ആഭ്യന്തര യുദ്ധത്തിൽ ഗൗഡി തയ്യാറാക്കിയ പ്ലാനുകളും മാതൃകകളും നശിപ്പിക്കപ്പെട്ടെങ്കിലും കത്തിക്കരിഞ്ഞ രൂപരേഖകൾ കൂട്ടിച്ചേർത്താണ് പിൻതലമുറ ശില്പികൾ ഈ സ്വപ്നം 2026 യാഥാർത്ഥ്യമാക്കുന്നത്. ഒരു കഥാശില്പം പോലെയാണ് സഗ്രാദ ഫാമിലിയയുടെ പുറംകാഴ്ച. കിഴക്ക് ഭാഗം ജീവസുറ്റ നേറ്റിവിറ്റി ഫസാഡ്, ഭൂമിയിൽ നിന്ന് ഉദിച്ചുയർന്ന ജീവന്റെ തുടിപ്പ്. പടിഞ്ഞാറ് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെ തീക്ഷ്ണമായ ആവിഷ്കാരം പാഷൻ ഫസാഡ്. ഇനി 2026 പൂർത്തീകരിച്ച ഗ്ലാസും സ്റ്റീലും കൊണ്ട് നിർമ്മിച്ച 172.5 മീറ്റർ ഉയരമുള്ള ജീസസ് ക്രൈസ്റ്റ് ടവറിന്റെ മുകളിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കുരിശ്. ഇതാണ് സഗ്രാദ ഫാമിലിയയെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പള്ളിയാക്കി ഉയർത്തിയത്. നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള ഗ്ലോറി ഫസാഡ് ഉടൻ പൂർത്തിയാകും. പള്ളിയുടെ ഉൾത്തടം വെയിൽ തീർക്കുന്ന വർണ്ണരാജിയാണ്. വൻമരങ്ങൾ പോലെ പടർന്നു പന്തലിച്ച തൂണുകളും അതിമനോഹരമായ കമാനങ്ങളും 7 നിറങ്ങളിൽ 7 അഴകു തൂകുന്ന ചില്ലുവാതായനങ്ങളും പള്ളിക്കകം പ്രകാശമാനമാക്കുന്നു. സൂര്യ വെളിച്ചമാണ് ഏറ്റവും മികച്ച ചിത്രകാരൻ എന്ന് ഗൗഡി പറഞ്ഞിട്ടുണ്ട്. രാവിലെ കിഴക്കൻ ജനൽ ചില്ലുകളിലൂടെ വെയിൽ നീലയും പച്ചയും ചാലിച്ച് ഉൾത്തടം മെഴുകുമ്പോൾ അസ്തമയ സൂര്യൻ പള്ളിക്കുൾവശം ചുവപ്പും ഓറഞ്ചും വർണ്ണം വിരിയിക്കും. വെളിച്ചത്തോടൊപ്പം ശബ്ദ പുനഃസൃഷ്ടിയും പള്ളിയുടെ അകത്തളത്തിന് മാസ്മരിക ഭാവം നൽകുന്നു. കുംഭഗോപുരങ്ങളുടെ കീഴ്നിലങ്ങളിൽ പ്രതിധ്വനിക്കുന്ന ശബ്ദം ഉച്ചഭാഷിണി ആവശ്യമില്ലാതെ 1000-ലധികം ഗായകർക്ക് പാടാൻ കഴിയുന്ന സൗണ്ട് ഡിസൈനാണ്. കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് കൊച്ചി അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ദുബായ് ദോഹ വഴി ബാഴ്സലോണയിലെ എൽ പ്രാറ്റിൽ വിമാനമിറങ്ങാം. അവിടെ നിന്ന് 14 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ സഗ്രാദ ഫാമിലിയയിലെത്താം. ടിക്കറ്റുകൾ ഓൺലൈനായി മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ മറക്കരുത്. സീസൺ അനുസരിച്ച് ടിക്കറ്റ് നിരക്ക് 36 മുതൽ 80 യൂറോ വരെയാകാം. ഞായറാഴ്ച രാവിലെ 9 മണിക്കുള്ള ഇന്റർനാഷണൽ കുർബാനയിൽ പ്രവേശനം സൗജന്യമാണ്. ശ്രദ്ധിക്കുക, പള്ളിക്കുള്ളിൽ മാന്യമായ വസ്ത്രധാരണം നിർബന്ധമാണ്.
തോളും മുട്ടും മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കണം. ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെരുപ്പുകളും തൊപ്പികളും പള്ളിക്കുള്ളിൽ അനുവദനീയമല്ല. പള്ളിക്ക് ചുറ്റുമുള്ള എക്സാമ്പിൾ ഏരിയയിൽ കുറഞ്ഞ ചിലവിൽ ഹോസ്റ്റലുകളും അപ്പാർട്ട്മെന്റുകളും ലഭ്യമാണ്. തിരക്കൊഴിവാക്കാൻ നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം.